ഹായ് ഫ്രണ്ട്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് സേമിയ കൊണ്ട് വെറൈറ്റി ആയിട്ടൊരു പുട്ടുണ്ടാക്കിയാലോ? അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പോകാം റെസിപ്പിയിലേക്ക്. അതിനുവേണ്ടി ഈ പാക്കറ്റിലെ വെർമിസെല്ലിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സേമിയ പുട്ടിനാണ് ഇതിനേക്കാൾ കുറച്ചുകൂടെ തിന്നായിട്ടുള്ള സേമിയാണ് നല്ലത്. എൻ്റെ അടുത്ത് അതില്ലായിരുന്നു, അപ്പോൾ ഞാൻ ഇതാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ റോസ്റ്റ് ചെയ്യാത്ത സേമിയാണ്. റോസ്റ്റ് ചെയ്ത സേമിയ കൊണ്ട് വേണമെങ്കിലും തയ്യാറാക്കാം. കുറച്ച് തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. ഇനി ഈ സേമിയ ഒന്ന് ഒടിച്ചെടുക്കാമേ. ചെറുതായിട്ടൊന്ന് ഒടിച്ചെടുക്കുകയാണ്. മുന്നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റായിരുന്നു. ഞാൻ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ടുണ്ട് സേമിയ പായസത്തിന്. ഇനി കൈയും കൊണ്ട് ചെറുതായിട്ടൊന്ന് ഒടിച്ചെടുക്കാമേ. ഇതെല്ലാം ഞാനൊന്ന് ഒടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാമേ. ഇനി ഇതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. തണുത്ത വെള്ളം മാത്രമേ എടുക്കാവൂ, ചൂടുവെള്ളം ഒന്നും ഇതിനു വേണ്ടി എടുക്കരുത്. ഇത് വെള്ളത്തിൽ ഞാൻ ഒരു 2 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കുകയാണ്. കൂടുതൽ സമയം ഇത് വെള്ളത്തിൽ ഇട്ടേക്കരുത്. അതിനുശേഷം ഇതിൻ്റെ വെള്ളം കളഞ്ഞെടുക്കാമേ. ഇത് 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് സ്ട്രെയിനറിലേക്ക് വാരി വെച്ച് കൊടുക്കാമേ, ഇതിൻ്റെ വെള്ളം ഒന്ന് പോകാൻ വേണ്ടി. സ്ട്രെയിനറിൽ വെച്ച് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, കൈ കൊണ്ട് ശരിക്ക് പിഴിഞ്ഞ് കളഞ്ഞാലും മതി വെള്ളം. ഇതിൻ്റെ വെള്ളമെല്ലാം പോയിട്ടുണ്ട്. ഇനി ഇത് ഇതിലേക്ക് മാറ്റാമേ. ഇനി ഇതെല്ലാം കൂടെ ഈ കട്ട കെട്ടിയിരിക്കുന്നതൊക്കെ ഒന്ന് വേർതിരിച്ചെടുക്കാമേ. ഇതിനൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാമേ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാമേ. ഇതിന് കുറച്ചുകൂടെ തിന്നായിട്ടുള്ള സേമിയാണ് നല്ലത് കേട്ടോ, കാരണം എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. ഇനി ഈ സേമിയ ഇട്ട് കൊടുക്കാമേ. ഇനി സെൻറ്ററിലും കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഇടയ്ക്കും കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സേമിയ ഇട്ട് കൊടുക്കാം. നമ്മൾ പുട്ടിനൊക്കെ എടുക്കത്തില്ലേ, അതുപോലെ തന്നെ. ഇനി ഏറ്റവും മുകളിൽ കുറച്ച് തേങ്ങയുടെ വെച്ച് കൊടുക്കാമേ. ഇനി ഇത് അടച്ച് വെച്ച് കൊടുക്കാമേ. കുക്കറിൻ്റെ മുകളിലാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം ആവി കയറ്റിയെടുക്കാമേ. ഇതിൻ്റെ മുകളിൽ കൂടെ ആവി വന്നിട്ടുണ്ട്. ഇനി ഇതെടുത്ത് മാറ്റാമേ. ഇത് വെന്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് മാറ്റാതെ. അപ്പം നമ്മുടെ സേമിയ പുട്ട് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇത്. ഇത് പഞ്ചസാര ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ പഴം എടുക്കാമേ. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.